എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 55-ഉം 56-ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഭഗവാൻ ഉറക്കം തെളിഞ്ഞു, വെളിച്ചായി. ആ കഥകളൊക്കെ ഓർത്തിട്ട് ഇനി എന്താണ് ചെയ്യാൻ പോണതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 55-ാമത്തെ ശ്ലോകം നോക്കാം. അനുസ്മരൻ അദ്ഭുതദർശനായ വാചം ജലാനാമധിദേവതായ സമീഹിതം സാധയിതും തദീയം കൃതാഭിസന്ധിക്ഷണമാസ്തശൗരി. നമുക്ക് പദച്ഛേദം നടത്താം. അനുസ്മരൻ അദ്ഭുതദർശനായ വാചം ജലാനാം അധിദേവതായ സമീഹിതം സാധയിതും തദീയം കൃതാഭിസന്ധി ക്ഷണം ആസ്ത ശൗരി. ഇവിടെ എന്താണ് പറയണതെന്നാണെങ്കിൽ, ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടും കുറച്ച് നേരം ആ ഉറക്കച്ചടവോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കും. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. കൃഷ്ണനും അങ്ങനെ തന്നെ ചെയ്തു. കുറച്ച് നേരം ആ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതിനെ പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു എന്നാണ് ഇവിടെ പറയണത്. അതാണ് ശൗരി. ശൗരി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ. അദ്ഭുതദർശനായ ജലാനാമധിദേവതായ വാചം അനുസ്മരൻ. അദ്ഭുതദർശനായ, അദ്ഭുതദർശനം യസ്യാ തസ്യാ, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ഭുത രൂപത്തിൽ ദർശനം നൽകിയവൾ. ആ അർത്ഥത്തിലാണ് അദ്ഭുതദർശന. കാണാനും വളരെ അഴകുള്ളവളാണ്. അദ്ഭുതമായിട്ടാണ്, പെട്ടെന്നുള്ളൊരു വരവായിരുന്നു കാളിന്തിയുടെ. അതുകൊണ്ട് അദ്ഭുതദർശനയായിട്ടുള്ള ജലാനാം അധിദേവതായ, ആ ജലാധിദേവതയുടെ, കാളിന്തി നദിയുടെ വാചം, വാക്കിനെ, അനുസ്മരൻ ഓർത്തുകൊണ്ട്. രാത്രി ഉറക്കത്തിൽ എന്തൊക്കെയാണ് കാളിന്തി നദി വന്ന് തന്നോട് പറഞ്ഞത് എന്നുള്ളതൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അതിങ്ങനെ ഓർത്തിട്ട് വേണമല്ലോ ഇനി അതിൻ്റെ പ്രവൃത്തിയിലേക്ക് കിടക്കാൻ. അതുകൊണ്ട് അത് ഓർത്തുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് പിന്നെന്താണ് തീരുമാനിച്ചത്? തദീയം സമീഹിതം സാധയിതും കൃതാഭിസന്ധി ക്ഷണം ആസ്ത. തദീയം സമീഹിതം, തദീയം അവളുടേതായ, സമീഹിതം, സമീഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അഭീഷ്ടം, ഇംഗിതം എന്നർത്ഥം. അതായത് കാളിന്തി തൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞുല്ലോ. ആ ആവശ്യം, അതാണ് സമീഹിതം. അവളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അതിനെ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, സാധയിതും കൃതാഭിസന്ധി. കൃതാഭിസന്ധി എന്ന് പറഞ്ഞാൽ വിഹിതാഭിലാഷ, മനസ്സിൽ ഉറപ്പിച്ചിട്ട്. ഇത്രയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കാളിന്തിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാളിന്തിയുടെ ദുരിതങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവളുടെ ഇച്ഛ എന്താണോ അത് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്, കൃതാഭിസന്ധി ഉറച്ച മനസ്സോടു കൂടിയിട്ട്, ഇനി എന്തായാലും അതിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടാം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട്, ക്ഷണം ആസ്ത, അല്പനേരം അങ്ങനെ ഇരുന്നു. അതായത് ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ അവിടെ നിന്ന്, കിടക്കയിൽ നിന്ന് എണീറ്റ് പോയി എന്നല്ല പറയണത്. ഉറങ്ങി എഴുന്നേറ്റിട്ട് ആ കിടക്കയിൽ തന്നെ ഇരുന്നു കൊണ്ട്, മഞ്ചത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചു. കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സ്വപ്നത്തിൽ കണ്ടത്, ആരാണ് വന്നത്, എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് അത് ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടു. ആ തീരുമാനിക്കലാണ് കുറച്ച് നേരം അവിടെ ഇരിക്കൽ. ക്ഷണം, അല്പനേരം, ആസ്ത അവിടെ തന്നെ ഇരുന്നു എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ വെളുപ്പാങ്കാലത്തെ പറ്റിയിട്ടും, വെളുപ്പാങ്കാലത്ത് ആ അമ്പാടിയിൽ എന്തൊക്കെയാണ് നടക്കണത് എന്നതിനെ പറ്റിയിട്ടും ചുരുക്കിയിട്ടുള്ളൊരു വിവരണമാണ്. നമുക്ക് ആദ്യം 56-ാമത്തെ ശ്ലോകം നോക്കാം. പ്രസർപ്പതാദിക്ഷു മധുവ്രതാനാം കോലാഹലേന ശ്രുതിമോഹനേന കൃഷ്ണസ്യ ശംസന്നിവ സുപ്രഭാതം വവൗ സരോജാകരഗന്ധവാഹ. ആദ്യം പദച്ഛേദം നോക്കാം. പ്രസർപ്പത ദിക്ഷു മധുവ്രതാനാം കോലാഹലേന ശ്രുതിമോഹനേന കൃഷ്ണസ്യ ശംസൻ ഇവ സുപ്രഭാതം വവൗ സരോജാകരഗന്ധവാഹ. ആകെ ഒരൊറ്റ വാക്കിൽ മാത്രമേ സന്ധിയുള്ളൂ, ശംസൻ ഇവ എന്ന ദിക്കിൽ. ബാക്കിയെല്ലാം ഒറ്റ വാക്കുകളാണ്. ആരാണ് അവിടെ വീശിയടിക്കുന്നത്? കഠിനമായിട്ടൊന്നല്ല, വളരെ ലളിതമായിട്ട്, വളരെ സുഖകരമായിട്ട് വീശുന്ന കാറ്റ്. അതാണ് സരോജാകര ഗന്ധവാഹ. സരോജാകരം, സരോജം താമര, സരോജാകരം താമരക്കൂട്ടം, അതായത് താമരപ്പൊയ്ക.
അവിടെ നിന്ന് ഉയർന്നു വീശുന്നതായ ഗന്ധവാഹ കാറ്റ്. ആ കാറ്റ് എന്താണ് ചെയ്തത്? പത്മിനീഭവന, ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഏറ്റവും സുഖകരമായിട്ടുള്ള, നല്ല വാസനയുള്ള കാറ്റ്. ആ കാറ്റ് ദിക്ഷു പ്രസർപ്പത മധുവ്രതാനാം ശ്രുതിമോഹനേന കോലാഹലേന. ദിക്ഷു പ്രസർപ്പത. ദിക്ഷു എന്ന് പറഞ്ഞാൽ ദിക്കുകളിലൊക്കെ കാറ്റ് അങ്ങനെയല്ലേ, വ്യാപിക്കും. അതിങ്ങനെ സഞ്ചരിച്ച് എല്ലാ ദിക്കുകളിലേക്കും എത്തും. അങ്ങനെ ദിക്കുകളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതും മധുവ്രതാനാം ശ്രുതിമോഹനേന കോലാഹലേന. മധുവ്രതങ്ങളെ മധുവ്രതമായിട്ടെടുത്തിട്ടുള്ളവരെ, ഭക്ഷിച്ചു കൊണ്ട് നടക്കുന്നവരെ വണ്ടുകളാണ്. വണ്ടുകളുടെ ശ്രുതിമോഹനേന കോലാഹലേന. ശ്രുതിമോഹനം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല ഇമ്പമുള്ളതായ, കോലാഹലേന ശബ്ദങ്ങളെ കൊണ്ട്, ബഹളങ്ങളെ കൊണ്ട്. ശ്രുതിമോഹനേന കോലാഹലേന എന്നുള്ളത് കൊണ്ട് നല്ല ബഹളമാണ്. വണ്ടുകളുടെ മുരളലാണ്, വണ്ടുകളുടെ മൂളലാണ്. അപ്പം മധുവ്രതങ്ങൾ എന്നുള്ളത് കൊണ്ട് വണ്ട് എന്നർത്ഥമുണ്ട്. ഭക്ഷണമായി നടക്കുന്നവര്, തേൻ കുടിച്ച് നടക്കുന്നവര്, അത് കുയിലുകളെ പറ്റിയിട്ടും പറയാറുണ്ട്. അപ്പോൾ മധുവ്രതങ്ങൾ എന്നുള്ളത് കൊണ്ട് വണ്ടാണോ കുയിലാണോ എന്നുള്ളതൊന്നും വ്യാഖ്യാതാക്കളും കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷികളും രാവിലെ എണീക്കുമ്പോൾ കളകൂജനങ്ങളൊക്കെ മുഴക്കാറുണ്ട്. അപ്പോൾ അതുമാവാം അവരുടെ ബഹളം കൊണ്ട്. അപ്പോൾ വണ്ടുകളുടെ മുരളിച്ചേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടിയും കേൾക്കാൻ രസകരമായിട്ടുള്ളത് പക്ഷികളുടെ കളകൂജനങ്ങളാവാം. അപ്പോൾ ആ ശബ്ദങ്ങളെ കൊണ്ട് മധുവ്രതാനാം ശ്രുതിമോഹനേന, കേൾക്കാൻ ഇമ്പമുള്ളതായ കോലാഹലേന ശബ്ദങ്ങളെ കൊണ്ട് കൃഷ്ണന് സുപ്രഭാതം ശംസന്നിവ വവൗ. കൃഷ്ണന് സുപ്രഭാതം ആശംസിക്കുന്നതുപോലെ വവൗ വീശി എന്നർത്ഥം. അപ്പോൾ ഇവിടെ കർത്താവായിട്ട് വരണത് സരോജാകര ഗന്ധവാഹനാണ്. അതായത് താമരപ്പൊയ്കയിൽ നിന്നും വീശുന്നതായിട്ടുള്ള കാറ്റ്. ആ കാറ്റ് അവിടെ മാത്രമല്ല, ദിക്കുകളിലേക്ക് മുഴുവനും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത എന്താണ്? പക്ഷികളുടെയും വണ്ടുകളുടെയും ഒക്കെ ശബ്ദം നിറഞ്ഞു നിൽക്കുന്നതായ, അതായത് ഒരു ദിക്കിലിരുന്ന പക്ഷികൾ കളകൂജനം മുഴക്കിയാലും കാറ്റതിനെ മറ്റൊരു ദിക്കിലേക്ക് കൊണ്ടുപോകും. ശബ്ദം ദൂരേക്ക് കേൾക്കുന്നത് കാറ്റിൻ്റെ സഞ്ചാരം കൊണ്ടുകൂടിയാണ്. അപ്പോൾ പക്ഷികളുടെയോ അല്ലെങ്കിൽ വണ്ടുകളുടെയോ ഒക്കെ ശബ്ദവും പേറി, കളകളാരവവും പേറി വരുന്നതായിട്ടുള്ള കാറ്റ്, ദിക്കുകളിലേക്ക് വ്യാപിക്കുന്ന കാറ്റ്. ഇനി മറ്റ് ഒരു വിശേഷണം കൂടി കവി പറയുന്നുണ്ട് ഇവിടെ. കൃഷ്ണസ്യ സുപ്രഭാതം ശംസന്നിവ. കൃഷ്ണന് സുപ്രഭാതം പറയുന്നത് പോലെയുള്ളതായ കാറ്റ്. കൃഷ്ണന് സുപ്രഭാതം പറയുന്നത് എങ്ങനെയാണ്? ഈ പക്ഷികളുടെയോ അല്ലെങ്കിൽ വണ്ടുകളുടെയോ ശബ്ദത്തിനെയാണ് സുപ്രഭാതം പറയലായിട്ട് കവി വർണ്ണിക്കുന്നത്. അതാണ് സുപ്രഭാതം ശംസന്നിവ. ഇവരുടെ ശബ്ദങ്ങളെ കൊണ്ട് വെളുപ്പാങ്കാലത്ത് സുപ്രഭാതം പറയുകയാണോ എന്ന് തോന്നും വണ്ണം. അവിടെ ഉത്പ്രേക്ഷാലങ്കാരം. അങ്ങനെ കാറ്റ് ഈ ആ പ്രദേശങ്ങളിൽ മുഴുവനും വീശാൻ തുടങ്ങി. വെളുപ്പാങ്കാലത്ത് കാറ്റ് വീശി എന്നാണ്. കാറ്റത്ത് താമരയുടെ ഗന്ധം വന്നു, പക്ഷികളുടെ കളകൂജനങ്ങൾ കേൾക്കാറായി. അങ്ങനെ നല്ല തെളിഞ്ഞ ഒരു സുപ്രഭാതം ഭഗവാന്റെ മുമ്പിൽ പൊട്ടിവിടർന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. സുന്ദരമായിട്ടുള്ളൊരു ശ്ലോകം. നമുക്ക് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. അനുസ്മരന്നദ്ഭുതദർശനായ വാചം ജലാനാമധിദേവതായ സമീഹിതം സാധയിതും തദീയം കൃതാഭിസന്ധിക്ഷണമാസ്തശൗരി പ്രസർപ്പതാദിക്ഷു മധുവ്രതാനാം കോലാഹലേന ശ്രുതിമോഹനേന കൃഷ്ണസ്യ ശംസന്നിവ സുപ്രഭാതം വവൗ സരോജാകരഗന്ധവാഹ. 2 ശ്ലോകങ്ങളിലും കവി ഉപജാതി വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല അടുത്തതായിട്ട് ഇനി ഈ പ്രഭാതത്തിൻ്റെ ഭംഗികൾ, കാറ്റ് വീശി എന്നൊക്കെ പറയുമ്പോൾ തന്നെ സുന്ദരമായിട്ടുള്ളൊരു സുപ്രഭാതമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതൊരു ഗോകുലമാണ്. അവിടെ തൈര് കടയണ ശബ്ദവും അതുപോലെ അടുപ്പ് കൂട്ടുന്നതിൻ്റെ തിരക്കുകളും പുക പൊന്തി വരുന്നതും ഒക്കെ ആയിട്ടുള്ള ചില സുന്ദരമായിട്ടുള്ള ചിത്ര ദൃശ്യങ്ങൾ, വരച്ചു വച്ചതുപോലെയുള്ള ദൃശ്യങ്ങൾ കവി അടുത്ത ശ്ലോകങ്ങളിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്. 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.